ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ആകാശ് ആദ്യം ചായ എടുക്കാൻ പറയുമ്പോഴേക്കും അപ്പം അടുക്കള കയറി ചായ എടുക്കാണ്. കുറച്ച് ചായ കയ്യിലേക്ക് വീഴുമ്പോഴേക്കും അയ്യോ അമ്മേ കൈ പൊള്ളി അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുമ്പോൾ ആകാശ് വരുന്നുണ്ട്. എടാ ചായ എടുക്കടാ, കുറെ നേരമായി എന്ന് പറഞ്ഞിട്ട് ആകാശ് അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും രചന വരുവാട്ടോ. അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ടേക്ക് ഇങ്ങനെ വരുവാണ് പതിക്കും. ആ സമയത്ത് ആകാശ് വന്നോ, അല്ല നീ അമ്പലത്തിൽ പോയതായിരുന്നു അല്ലേ? നിനക്ക് ഈ ഭക്തിമാർഗമൊന്നും ശരിയാവില്ല രചന. സത്യം പറ, നീ എവിടെ പോയതാണ്? അതെ, എനിക്ക് മനസ്സമാധാനം വേണ്ടിയിട്ട് അമ്പലത്തിൽ പോണെന്ന് രാവിലെ തോന്നി, ഞാൻ പോയി, അത്രേ ഉള്ളൂ എന്ന് പറയാണ്. ഓഹോ, സത്യം പറ, നീ പോയത് മഹേഷിനെ മീറ്റ് ചെയ്യാനല്ലേ? ഞാൻ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ നെറ്റിലിങ്ങനെ ചന്ദനമൊക്കെ തൊട്ടു വന്നത്? എടി രചന, നീയും ഞാനും ഒരേ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഇപ്പൊ നിന്റെ മാർഗം തെറ്റി പോകുന്നുണ്ട്. അത് നല്ലതിനല്ല. ഞാൻ ഒരു ഇതിനും പോയിട്ടില്ല. നിന്റെ ചിന്ത എവിടേക്ക് പോകണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എടി, ഒരുത്തനെ വേണ്ടെന്ന് വെച്ചിട്ട് എന്റെ കൂടെ ജീവിക്കാൻ വന്നാ അത് പൂർണ്ണമായിട്ട് വേണ്ടെന്ന് വെക്കണം. അല്ലാതെ പാതി വഴി എത്തുമ്പോൾ വീണ്ടും അവനെ ഇഷ്ടമായി അവൻ്റെ കൂടെ പോവാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. പിന്നെ ഈ ഭക്തി വേഷം നിനക്കൊട്ടും ചേരുന്നില്ല. ദൈവത്തിന്റെ കൂടെ അല്ല, നീ ചെകുത്താനെയാണ് വിളിക്കേണ്ടത്. നമ്മുടെ വഴി ചെകുത്താന്റെ വഴിയാടി എന്നിങ്ങനെ പറയാണ്. ഇതൊക്കെ കേട്ട് രചനയ്ക്ക് ദേഷ്യം വരുവാട്ടോ. അപ്പോഴേക്കും അവിടേക്ക് വരുന്നുണ്ട്. കൈ ഇങ്ങനെ ഊതിയാണ് വരുന്നത്. അത് രചന കാണുമ്പോഴേക്കും പെട്ടെന്ന് അയ്യോ മമ്മി എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ കൈ ഇങ്ങനെ മാറ്റി പിടിച്ചിട്ട് വരുവാട്ടോ. അത് രചന ഇങ്ങനെ ചെറുതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നീ എന്തിനാ അടുക്കളയിൽ കയറിയതെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ കോഫി ഉണ്ടാക്കാൻ വേണ്ടി. ആർക്ക്? ആകാശങ്ങളില്. ഞാനേ നിന്നെ അന്വേഷിച്ചപ്പോ നീ ഇവിടെ ഇല്ല. അപ്പൊ നിന്റെ മോനോട് എനിക്കൊരു കോഫി ഉണ്ടാക്കി തരാൻ പറഞ്ഞു. എന്തിനാ ആകാശ് അവൻ അടുക്കളയിൽ കയറ്റിയത്? അവൻ കൊച്ചുകുട്ടിയല്ലേ? ഓ, മതില് ചാടാനായിട്ട് നിന്റെ മോനെ കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെയാണോ ഇവനാണോ കൊച്ചുകുട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുച്ഛിക്കാണ്. ഒരു കോഫി ഇടരുത്, വലിയ കാര്യമൊന്നുമില്ല. അല്ല, എന്റെ ചിലവിൽ ജീവിക്കുകയാണല്ലോ ഇവിടെ. അപ്പൊ എനിക്കൊരു കോഫി ഉണ്ടാക്കി തന്നില്ലെങ്കിൽ എനിക്ക് തോന്നിയില്ലേ മറ്റുള്ളവരുടെ കുഞ്ഞിന് ഞാൻ എന്തിനാണ് ചെല്ലും കൊടുത്ത് വളർത്തണേന്ന്. അതുകൊണ്ട് ചെറിയ ചെറിയ പണിയെടുപ്പിക്കാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. കോഫി തടാ എന്ന് പറഞ്ഞിട്ട് കോഫി മേടിച്ചുകൊണ്ട് ആകാശം മുകളിലേക്ക് കയറി പോവാട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ ഊതുന്നുണ്ട്. രജനി പെട്ടെന്ന് ആദ്യം ചോദിക്കണ്ട, അയ്യോ മോനെ ഇതെന്തു പറ്റി? അയ്യോ ഒന്നുമില്ല മേ, കാണിക്കേ എന്ന് പറയൂ. ദൈവമേ, ഇത് നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടല്ലോ, ഇത് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോ അത് കോഫി ഉണ്ടാക്കിയപ്പോ കൈ പൊള്ളിയതാ. നീ എന്തിനാ മോനെ കോഫി ഉണ്ടാക്കാൻ പോയത്? ആകാശങ്ങൾ കോഫി ചോദിച്ചാ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മമ്മി, ഇത് ചോദിച്ചേ പറ്റൂ. എന്നോടുള്ള വൈരാഗ്യമാണ് ആകാശ് നിന്നോട് തീർക്കണത്. ഇത് ചോദിച്ചേ പറ്റൂ. വേണ്ട മമ്മി, ഇതൊരു പ്രശ്നം നോക്കണ്ട എന്ന് പറയുമ്പോ നീ വന്നേ എന്ന് പറഞ്ഞിട്ട് ആദിനെ കൂട്ടിക്കൊണ്ട് രചന നേരെ മുകളിലേക്ക് പോവാണ്. ആ സമയത്ത് ആകാശ് അവിടെ ലാപ്ടോപ്പിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ആകാശ് എന്ന് പറഞ്ഞിങ്ങനെ രചന വിളിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ എന്റെ മോനോട് ഈ ക്രൂരത ചെയ്തത് എന്ന് രചന ചോദിക്കുകയാണ്. ഞാൻ ചെയ്തെന്നോ? എടാ ഞാനാണ് നിന്റെ കൈ പൊള്ളിച്ചത്. അങ്കിളാണ് കൈ പൊള്ളിച്ചത്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നിന്റെ മമ്മി പറഞ്ഞാൽ ഞാനാണ് ഈ ക്രൂരത ചെയ്തതെന്ന്. നോക്ക്, ഒരു കപ്പ് കോഫി നിന്റെ മോനെ കൊണ്ട് ഇടിപ്പിച്ചതാണോ ഇത്ര വലിയ കാര്യമായത് എന്ന് രചന ചോദിക്കുമ്പോഴേക്കും രചന പറയുന്നുണ്ട്, എന്തിനാ അവനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണത്? ആകാശം എന്തിനു ദേഷ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് തീർക്കണം, എന്റെ മോനോട് തീർക്കരുത്. അയ്യോ, ഒരു കപ്പ് കോഫിയല്ലേ നീ എന്റെ മോൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. എത്രയോ കോഫികൾ, ഐസ്ക്രീം, അങ്ങനെ പല സാധനങ്ങളും ഞാൻ നിന്റെ മോനെ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. എന്താടാ ഇല്ലേടാ എന്ന് ചോദിക്കാണ്. രചന പറയുന്നുണ്ട്, ഓഹോ ആകാശപ്പോ കണക്കെടുക്കുവാണോ എന്ന് ചോദിക്കാണ്. കണക്കെടുക്കാൻ നിന്നാലേ ഒന്നിലും തീരില്ല രചന. അതെ, പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയണ്ട്. നിന്റെ അമ്മ എന്റെ കാര്യം നോക്കാതെ നാട് ചുറ്റാൻ പോയണ്ടല്ലേ നിനക്ക് കോഫി ഇടേണ്ടി വന്നത്. അവളുടെ അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കാൻ പറ. പിന്നെ നിന്റെ മമ്മിക്ക് ഒരു സ്വഭാവമുണ്ട്. അവൾക്ക് ഒരു പുരുഷനായിട്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. അവൾക്ക് ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ചാടണം എന്നൊരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് പറയാണ്. എന്താടാ ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ആകാശങ്ങളെ, ഞാൻ ആകാശങ്ങൾക്ക് ഒരു കാര്യം പറയാം. ആകാശങ്ങൾ എനിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, ഒത്തിരി സാധനങ്ങൾ. അതൊക്കെ പലിശയ്ക്ക് കൂട്ടുപലിശയ്ക്ക് ആയിട്ട് 4 ഇരട്ടിയായിട്ട് ഞാൻ അങ്കിളിന്റെ മുമ്പിൽ കൊണ്ടുതരും. എടാ, ഞാൻ പറഞ്ഞതൊക്കെ അനുസരിച്ച് നീ എന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ നിനക്ക് ഈ പ്രശ്നം വരുമായിരുന്നോ? എന്താങ്കിളെ എന്നെ ഡോൺ ആക്കാനുള്ള ഉദ്ദേശമാണോ അങ്കിളിന്? നോക്ക്, എന്റെ ഡാഡി എന്ന് പറഞ്ഞ ആളെ ഞാൻ അങ്ങോട്ട് പോയി അന്വേഷിച്ചിട്ടില്ല. ഡാഡി എന്നെ ഇങ്ങോട്ട് വന്ന് അന്വേഷിച്ചതാണ്. അപ്പോഴും ഞാൻ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. പിന്നെ ഇഷിതാമ എന്നെ സ്നേഹിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോ ഞാൻ അവരെയും അകറ്റി നിർത്തിയിട്ടുള്ളൂ. അവരൊക്കെ എന്നെ സ്നേഹം കാണിച്ച് ഇങ്ങോട്ട് വന്നതാണ്. എനിക്കും എന്റെ മമ്മിക്കും പോകാനൊരു സ്ഥലമില്ലെന്ന് വെച്ചിട്ട് ആകാശങ്ങൾ ഇങ്ങനെയൊന്നും പെരുമാറരുത്. ആകാശങ്ങൾ എനിക്കും എന്റെ മമ്മിക്കും വേണ്ടി ചെലവാക്കിയതിന്റെ 4 ഇരട്ടി തുക ഞാൻ അങ്കിളിന് തരുന്ന ഒരു സമയം വരും. പക്ഷെ ഇപ്പോഴല്ല, ഇപ്പൊ ഞാൻ കുട്ടിയാണ്. നാളൊരു സമയത്ത് എനിക്കതിന് സാധിക്കും എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ. രചന അതൊക്കെ കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്.
ആകാശ് പറയണ്ട്, കേട്ടോടി രചന, നിന്റെ മോൻ പറഞ്ഞത്, അവന്റെ ഗതികേട് കൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞത്, എന്തിനാകാശ് ഇങ്ങനെയൊക്കെ പെരുമാറണത് എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ് രചന. അത് കണ്ടുകൊണ്ട് ആകാശ് മനസ്സിൽ പറയാണ്, എന്നാലും അവൻ ഇങ്ങനെ വളരാൻ അനുവദിച്ചൂടാ. അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കേട്ടില്ലേ, പലിശയും അതുപോലെ തന്നെ 4 ഇരട്ടിയായിട്ട് എന്റെ കയ്യിലേക്ക് വെച്ച് തരുമെന്ന്. അതൊരു നല്ല ലക്ഷണമല്ല. അവനെ പഠിക്കാനല്ല, ജുവനൽ ഹോമിലാക്കാണ് വിടേണ്ടത്. ഇനി അതിനെന്താ ചെയ്യാൻ പറ്റുക എന്നിങ്ങനെ ആകാശം ആലോചിക്കാട്ടോ. പിന്നീട് കാണിക്കുന്ന ഇഷിതേനെയും മഹേഷിനാണ്. അവരുടെ ബീച്ചിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാട്ടോ. അപ്പോ ഇഷിത അടുത്ത് മഹേഷ് ചോദിക്കണ്ട്, എല്ലടോ, അച്ഛന്റെ ബുദ്ധി അപാരം തന്നെയാണല്ലേ. നമ്മളെ ഒന്നിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് പോകുമ്പോഴേക്ക് നമ്മുടെ ജീവിതം നമ്മൾ തുടങ്ങിയെന്ന് വിശ്വസിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അച്ഛൻ ഇങ്ങനത്തെ ഒരു പ്ലാൻ പറഞ്ഞത്. അതെ, അച്ഛൻ സ്നേഹം കൊണ്ട് നമ്മുടെ കൈകാലുകൾ വെച്ച് കെട്ടി എന്ന് ഇഷിത പറയാണ്. 101-ലെ 100-ലെ തന്റെ അമ്മയും 101-ലെ എന്റെ അമ്മയും തമ്മിലുള്ള പ്രശ്നത്തിന് പരിഹാരമാവാൻ അച്ഛൻ നോക്കിയത്. ശരിക്കും പറഞ്ഞാൽ അച്ഛനെ കണ്ടു പഠിക്കണം എന്ന് പറയുമ്പോൾ മഹേഷ്, അതെ, വലിയ ആളായിട്ട് കാര്യമില്ല, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. എന്തായാലും അച്ഛൻ്റെ ഐഡിയ കൊള്ളാം എന്ന് പറയാണ്. അല്ല, അച്ഛനത് ഉദ്ദേശിച്ചത് വേറൊന്നിനും അല്ല. 5-6 ദിവസം നമ്മളൊന്ന് മാറി നിൽക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സൊന്ന് ശാന്തവും. പിന്നെ താൻ പറഞ്ഞല്ലോ എന്റെ അമ്മയടുത്ത്, ആ എഗ്രിമെന്റ് കീറി വെള്ളത്തിൽ കളയോന്നോ കടലിൽ കളയോന്നോ മഹേഷ് നിഷിത പറയുമ്പോ, അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ഹണിമൂൺ ട്രിപ്പ് എന്ന് പറയുമ്പോൾ താൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ല, മനസ്സിന്റെ താക്കോലെ ഈ 101-ൽ വെച്ച് പൂട്ടിയിട്ടാണ് താൻ എന്റെ കൂടെ വരാൻ പോണെന്ന് അറിയാനായിട്ടായിരുന്നു. അതെ, ഹണിമൂൺ ട്രിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാമാണ് ഞാൻ ഉദ്ദേശിച്ചത്. സത്യമായിട്ടും എന്ന് പറയുമ്പോ, അതെ, താക്കോല് കയ്യിലേക്ക് എടുക്കാം, പിന്നെ അവിടെ വെച്ച് മനസ്സ് തുറക്കണോ വേണ്ടോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷിത നാണം കൊണ്ട് ഇങ്ങനെ ചിരിക്കാട്ടോ. മഹേഷിന്റെ കാര്യം മനസ്സിലായി. മഹേഷ് അപ്പൊ തന്നെ ഇഷിതനെ നോക്കി ചിരിക്കുമ്പോഴേക്കും ഇഷിത മഹേഷിന്റെ നോട്ടം സഹിക്കാൻ പറ്റാതെ അവിടെ നിന്ന് അങ്ങോട്ട് ഓടി നടക്കുക കേട്ടോ. ഇഷിതക്ക് മഹേഷിന് വല്ലാത്ത നാണവും ചിരിയൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സ്വപ്നവേലയും ചിപ്പിയും രാമനാഥനൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. മഹേഷ് ഇഷിതയും ഉണ്ട് കേട്ടോ. അപ്പൊ രാമനാഥൻ പറയണ്ട, ഹാവു, എത്ര നാളിന് ശേഷം ഒരുമിച്ച് എല്ലാവരും ഭക്ഷണം കഴിക്കണത്, എവിടെ മഞ്ജുമ എവിടെ എന്ന് സ്വപ്നോട് ചോദിക്കുമ്പോൾ അവൾ അടുക്കളയിൽ നിന്ന് കഴിക്കുന്നുണ്ട്. ആ, ചിലരുടെ സ്വഭാവം മാറ്റാൻ പറ്റില്ലല്ലോ എന്ന് രാമനാഥൻ പറയാണ്. ശേഷം ചിപ്പി പറയണ്ട്, ആ അച്ഛമ്മേ, ദേ അമ്മയും ഡാഡിയും കൂടിയിട്ട് ടൂറ് പോകാൻ വേണ്ടി പോകുക കേട്ടോ. അച്ഛൻ പറഞ്ഞായിരുന്നോ? ആ, നിന്റെ അച്ചാച്ചൻ പറഞ്ഞായിരുന്നോ? ആ, എന്ത് പറയാനാ, പ്രിയാമണിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും ടൂറ് പോണത്, പ്രിയാമണിയുടെ ഐഡിയ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ഇഷിതൊന്നും മിണ്ടാതെ സ്വപ്നവലിനെ നോക്കാണ്. ആ സമയത്ത് മഹേഷ് പറഞ്ഞു, ഹോ, അമ്മയുടെ ഒരു ബുദ്ധി അപാരം തന്നെ, അമ്മ ഇങ്ങനെയൊക്കെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സ്വപ്നര് പറയണ്ട്, ആ, എന്തായാലും നിങ്ങൾ ടൂറ് പോണല്ലേ, മോളൊക്കെ പോയി മോളെയും കൂട്ടിക്കൊണ്ട് അടിച്ചു പൊടിച്ച് ടൂറൊക്കെ പോയിട്ട് വാ, ഈ പ്രായത്തിലല്ലേ ഇങ്ങനെയൊക്കെ പോവാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും, അയ്യോ ഞാൻ പോകുന്നില്ല എന്ന് ചിപ്പി പറയാണ്. ഓഹോ, അപ്പൊ മോളെ നിങ്ങൾ നൈസായിട്ട് ഒഴിവാക്കിയല്ലേ, കളിപ്പാട്ടം വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഒഴിവാക്കിയല്ലേ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ചിപ്പി പറയണ്ട്, അതെ അച്ഛമ്മേ, എന്നോട് വരാൻ വേണ്ടി അമ്മ പറഞ്ഞതാ, ഞാൻ വന്നില്ലെങ്കിൽ അമ്മ പോകൂലെന്ന് വരെ പറഞ്ഞു, പക്ഷെ പോവണ്ടെന്ന തീരുമാനം എടുത്തതേ ഞാനാ. ഈ ടൂറ് അച്ഛനും ഡാഡിയും അതുപോലെ തന്നെ അമ്മയും കൂടി പോകേണ്ട ടൂറാ, ഈ അച്ഛമ്മക്ക് എന്താ അസൂയയാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇഷിതയും മഹേഷ് ചെറുതായിട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. രാമനാഥൻ പറയണ്ട, ആഹാ, മോൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായല്ലോ, കണ്ടോ, നല്ല ബുദ്ധിയുള്ള മോളായത്, കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയണ്ട് സ്വപ്നടുത്ത്, അമ്മ വിചാരിക്കുന്ന പോലെയല്ല, അച്ഛനൊരു കാര്യം പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ, ഞാൻ കറക്റ്റായിട്ടുള്ള തീരുമാനം ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ഇഷിത പറയുന്ന ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് വലിയ അങ്ങനെ ടൂർ പോകാൻ വേണ്ടി സമ്മതിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ ടൂർ പോയിട്ട് അടിച്ചു പൊളിച്ചൊക്കെ വാ എന്ന് പറയുമ്പോൾ ചിപ്പി കൈയടിക്കാണേ, അച്ഛമ്മ സമ്മതിച്ചേ എന്ന് പറയുമ്പോൾ ഇഷിതക്ക് മഹേഷിന് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇഷിത ടൂർ പോകുന്ന കാര്യം പറയാൻ വേണ്ടി 100-ലേക്ക് പോവാണ്. അപ്പൊ മാഷ് പറയുന്നുണ്ട്, ഇത് നല്ലൊരു തുടക്കമാവട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് ഇഷിതേനെ അനുഗ്രഹിക്കുക കേട്ടോ. ചിപ്പി പ്രിയാമന്റെ അടുത്തേക്ക് പോകുമ്പോൾ പ്രിയാമണി ചിപ്പിനെ വാരിയെടുത്ത് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഇഷിത നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം ടൂർ പോകുന്ന കാര്യം അറിയുന്ന മഞ്ജിമ ആകെ ദേഷ്യത്തിലിരിക്കുമ്പോഴേക്കും സ്വപ്ന വലിയ മഞ്ജിമടുത്ത് പറയുന്നുണ്ട്, അതെ, അവര് ടൂറ് പോണെങ്കിൽ ടൂറ് പോട്ടെടി, ടൂറ് പോയാലും ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ തന്നെ അവിടെ നടക്കുള്ളൂ, അവരെ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ഭാഗത്തോടെ ആട്ടോ എപ്പിസോഡും പ്രൊമോ എല്ലാം തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.